+1 അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റുമാണ്. ആദ്യം നമുക്ക് രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെയും ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് നോക്കാം. ഇവിടെ കാണിച്ചപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫേമിൻ്റെ പേരുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. അതിനുശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് പീരീഡ് അവിടെ എഴുതുക. എന്നിട്ട് ഫോർമാറ്റിൽ ആദ്യം ഒരു ടി കോളം അക്കൗണ്ട് പോലെ തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആയിരിക്കും. ഇവിടെ പെർട്ടിക്കുലർ എമൗണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ആദ്യം വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ്ഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിവിടെ എടുത്ത് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അതിനുശേഷം പർച്ചേസ് എഴുതുക. നെറ്റ് പർച്ചേസാണ് എഴുതേണ്ടത്. അതായത് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ച് എഴുതണം. എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്തിട്ട് നെറ്റ് പർച്ചേസാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, പർച്ചേസ് എഴുതുക, പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ എമൗണ്ട് ഇവിടെ എഴുതാം. അതിനുശേഷം വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പേരെടുത്ത് എമൗണ്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ അറിയണം? ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് അറിയണം. അതിനുശേഷം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഇത്ര ഐറ്റംസാണ് വരിക. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് സെയിലാണ്. ഓക്കെ, സെയിൽസ്. ഇവിടെ പർച്ചേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് കുറച്ച് നെറ്റ് സെയിൽ വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. അതിനുശേഷം ഇവിടെ എന്ത് വരും? ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കും കൂടി വരും. ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നത്. ഓക്കെ, നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണ പോലെ എന്ത് ചെയ്യണം? ഇത് രണ്ട് സൈഡും ആഡ് ചെയ്യുക. ഏത് സൈഡാണോ കൂടുതൽ വരുന്നത് ആ എമൗണ്ട് രണ്ട് സൈഡിലും എഴുതുക. കുറവ് വരുന്ന സൈഡിൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് വരും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ബാലൻസ് വന്നെങ്കിൽ അതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെയാണ് ബാലൻസ് വന്നെങ്കിൽ, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നെങ്കിൽ അതെന്താണ്? ഗ്രോസ് ലോസ് ആണ്. ഗ്രോസ് ലോസ് ഓർ ഗ്രോസ് പ്രോഫിറ്റ് രണ്ടും ഒരുമിച്ച് വരില്ല. നിങ്ങൾക്കറിയാം. ബാലൻസ് ഇവിടെയാണെങ്കിൽ ബാലൻസിങ് ഫിഗർ അതെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെയാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രോസ് ലോസ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പാർട്ട് തീർന്നു. ഇനി നെക്സ്റ്റ് പാർട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇവിടേക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ആ എമൗണ്ട് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. നേരെ തിരിച്ചാണെങ്കിലോ ഗ്രോസ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഗ്രോസ് ലോസ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുക. ഓക്കെ, അതനുസരിച്ച് ചെയ്യാം. അതിനുശേഷം എന്ത് വേണം? ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ 1 by 1 ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് തന്നതനുസരിച്ച് അതെന്താണെങ്കിലും അതെന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ സാലറി, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. ഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കമ്മീഷൻ റിസീവ്ഡ്, നമുക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഇൻഡയറക്റ്റ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതാണോ കൂടുതൽ എമൗണ്ട് വരുന്നത് അത് രണ്ട് സൈഡിൽ എഴുതുക. കുറവുള്ളിടത്ത് ബാലൻസ് വരും. ഇവിടെയാണ് ബാലൻസിങ്, അതെന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് നെറ്റ് ലോസ് ആണ്. ഓക്കെ, ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ പോർഷൻ എന്ന് പറയുന്നത് ട്രേഡിങ്ങും ഈ പോർഷൻ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇത് നമ്മൾ ഒന്നിച്ച് എന്തുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അതിനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നതെന്ന് മാത്രം. ഇനി ഇതിന് ശേഷം തയ്യാറാക്കേണ്ടത് ബാലൻസ് ഷീറ്റാണ്.
ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, ലയബിലിറ്റി, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ലയബിലിറ്റി സൈഡിൽ ആദ്യം എന്ത് വരുന്നത്? ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റലും അതവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കിവിടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതിന് കുറയ്ക്കണം. എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് ഈ ഓണർ എന്തെങ്കിലും എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം, ക്യാപിറ്റലിന് ലെസ് ചെയ്യണം. ഇനി എന്ത് ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലേ? ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടില്ലേ? ഈ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് ലോസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് ലെസ് ചെയ്യണം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. എന്നിട്ട് നെറ്റ് എമൗണ്ട് പുറത്തേക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ എന്താ പറയുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും വരാറുണ്ട്. അപ്പോൾ അത് ഇവിടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സാധാരണ അത് കാണാറില്ല. ഓക്കെ, ശരി. ഇനി ലോങ് ടേം ലയബിലിറ്റീസ്. നമുക്ക് എന്തെങ്കിലും ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ ഐറ്റം പേരെടുത്ത് എന്താ ട്രയൽ ബാലൻസ് വന്നിട്ടായിരിക്കും. അതനുസരിച്ച് ഇവിടെ ഐറ്റം എഴുതുക, എമൗണ്ട് എഴുതുക. അതിനുശേഷം കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ബിൽസ് പേയബിൾ അല്ലേ, സൺട്രി ക്രെഡിറ്റേഴ്സ്, അങ്ങനെയുള്ള ഏതെങ്കിലും കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ എമൗണ്ട് എടുത്ത് എഴുതുക. ഇതിൽ ഓരോന്നും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അതിന് ശേഷം പറയാം. അടുത്തത് അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്തൊക്കെയാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലേ, അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെയുള്ള എന്തെങ്കിലും ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ എടുത്ത് ഐറ്റം എഴുതിയിട്ട് എമൗണ്ട് എഴുതുക. കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക്, ബിൽ റിസീവബിൾ, അങ്ങനെയുള്ള ഏതെങ്കിലും കറണ്ട് അസറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ എമൗണ്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും കൂട്ടുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡ് ഈക്വലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഫോർമാറ്റാണ് പറഞ്ഞത്. ഇതിൽ ഓരോന്നും വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളത് അടുത്ത തവണ ഞാൻ പറയാം. ഓക്കെ, ജസ്റ്റ് ഫോർമാറ്റ് നോക്കി വയ്ക്കുക. ഈ ഫോർമാറ്റിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഓരോ ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളത് ഒരു ധാരണ വേണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് ആണ് തരിക. ആ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഓരോ ഐറ്റംസും ഇതിൽ ഏതാണ് വരിക, എവിടെയാണ് വരിക എന്നുള്ള നല്ല ധാരണ നമുക്കുണ്ടെങ്കിലാണ് പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് ടാലി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.